ഹായ് ഹലോ, വെള്ളയപ്പം, പൊറോട്ട, ചപ്പാത്തി തുടങ്ങിയ ഏത് മെയിൻ ഡിഷിന്റെയും കൂടെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയാലോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇനി ഇത് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് മുക്കി വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം ഇങ്ങനെ മുക്കി വെക്കുമ്പോഴേക്കും ചിക്കന്റെ ബാഡ് സ്മെല്ലൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ആദ്യം തന്നെ കുറച്ച് ചിക്കന്റെ സ്റ്റോക്ക് തയ്യാറാക്കണം. ഇതിനായിട്ട് നമ്മൾ റോസ്റ്റിന് എടുത്തിട്ടുള്ള കഷ്ണങ്ങളിൽ നിന്നും എല്ലിന്റെ പീസുകൾ മാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റിനുള്ള പീസുകളിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് നാരങ്ങ ചേർക്കുന്നുണ്ട്. 2 നാരങ്ങയുടെ ജ്യൂസ് നമ്മൾ ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതുമാണ്. ഏകദേശം ഒരു കൈപ്പിടി അളവിൽ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ കൂടെ ഒന്ന് ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സായി വരുമ്പോൾ ഇതൊരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇവിടെ നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഏകദേശം ഒരു 4 സവാള ഉണ്ട്, അത് മീഡിയം സൈസ്, അത് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ലതുപോലെ വഴണ്ട് വരണം. ഈ ഒരു സ്റ്റേജ് ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആ ഒരു ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി വേറൊരു പാനിലേക്ക് ആ ചിക്കൻ്റെ ഗ്രേവി കുറച്ചെടുത്ത് ഒഴിച്ചു വയ്ക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് വഴണ്ട് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഒരു പീസോട് കൂടിയിട്ട് അതിൻ്റെ ആ എല്ലെല്ലാം മാറ്റിയിട്ട് ആ ഒരു പീസോട് കൂടിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു മിക്സിങ് എല്ലാം നന്നായിട്ട് ഈ ഒരു ചിക്കനിലേക്ക് പിടിക്കുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്